നമസ്കാരം. ഒരു പുണ്യസമയമാണ് നടക്കുന്നത്. വ്രതശുദ്ധിയുടെ ഒരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഐശ്വര്യവും അനുഗ്രഹങ്ങളും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോഴേ ഒരു രസമുണ്ട്. അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പരിവർത്തന യോഗം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു കേന്ദ്രാധിപന്മാരും ത്രികോണാധിപന്മാരും തമ്മിൽ പരസ്പര പരിവർത്തന യോഗം ചെയ്യുന്നത് നല്ലതാണെന്നും 6-8-12 ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് വിപരീത രാജയോഗമാണെന്നും ഒക്കെ ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് വരും, സാർ എൻ്റെ 5-ാം ഭാവാധിപൻ ലഗ്നത്തിലാണ്, ലഗ്നാധിപൻ 5-ലാണ്, എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരും. അപ്പം ഞാൻ വിചാരിച്ചു പരിവർത്തന യോഗത്തെ പറ്റി ഒന്ന് കുറച്ച് വിശാലമായിട്ട് ഇനി ചോദ്യങ്ങൾ അധികം വരാതിരിക്കത്തക്ക രീതിയിൽ വിശദമായിട്ട് ചെയ്യാം എന്ന്. അപ്പം അങ്ങനെ ഫലദീപിക എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നും അതിൻ്റെ 66 ശ്ലോകങ്ങളുണ്ട് പരിവർത്തന യോഗത്തെ പറ്റി, വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിവർത്തന യോഗത്തെ പറ്റി. അതിൽ 28 എണ്ണത്തെ മഹായോഗമെന്നും അതിനുശേഷം വരുന്ന 30 യോഗത്തെ ദൈന്യയോഗമെന്നും ദുരിതം തരുന്ന യോഗമെന്നും അതിനുശേഷം വരുന്ന 8 യോഗത്തെ 8 എണ്ണത്തെ കലയോഗം എന്നുമാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ദൈന്യ കലയോഗങ്ങളെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ യോഗങ്ങളെ പറ്റിയുള്ള ശ്ലോകം വേണ്ടവർക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫലദീപിക എന്ന് പറയുന്ന ഗ്രന്ഥം വാങ്ങി അത് പഠിക്കുക. മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ ഉണ്ട് ആ ബുക്ക്. അത് നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ ഫലദീപികയുടെ PDF ഫോമാറ്റ് ആർക്കൈവ്സിനകത്തും ഉണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിൽ അത് കിട്ടും, അത് വാങ്ങുക. പിന്നെ ആമസോണിൽ കിട്ടും ആ ബുക്ക്, വേണമെങ്കിൽ വാങ്ങിച്ചു വെച്ചോളൂ. നല്ലതാണ്, ഫലദീപിക നല്ലൊരു ഗ്രന്ഥമാണ്. കേരളത്തിൽ 3-4 വ്യാഖ്യാനങ്ങൾ കൊള്ളാവുന്നത് ഉണ്ട്. അപ്പോൾ അത് 3 കിട്ടും, അത് 3 വാങ്ങിച്ച് പഠിച്ചുകൊള്ളുക. അപ്പോൾ 66 യോഗങ്ങളിൽ ആദ്യത്തെ 28 മഹായോഗങ്ങൾ ഗുണം തരുന്നതിനെ കുറിച്ച് അങ്ങ് പഠിക്കാം. എന്താ ഒന്നാമത്തേത്? ലഗ്നാധിപൻ 2-ാം ഭാവത്തിലും 2-ാം ഭാവാധിപൻ ലഗ്നത്തിലും. ഒരു പേപ്പർ എടുത്ത് എഴുതി കേട്ടോ, നിങ്ങളുടെ നോട്ടിനകത്ത് എഴുതി വെക്കുക, അപ്പം കുറച്ചുകൂടെ എളുപ്പമാവും. ലഗ്നാധിപൻ 2-ാം ഭാവത്തിലും 2-ാം ഭാവാധിപൻ ലഗ്നത്തിലും. 2, ലഗ്നാധിപൻ 4-ാം ഭാവത്തിലും 4-ാം ഭാവാധിപൻ ലഗ്നത്തിലും. കേന്ദ്ര ത്രികോണാധിപന്മാർ തമ്മിൽ, അല്ലെങ്കിൽ ഒന്ന് കേന്ദ്രവുമാണ് ത്രികോണവുമാണ്, ലഗ്നം കേന്ദ്രവും ത്രികോണവും ആയതുകൊണ്ട് ഇവർ പരസ്പരം 1-ാം ഭാവാധിപൻ 4-ലും 4-ാം ഭാവാധിപൻ ലഗ്നത്തിലും. ലഗ്നാധിപൻ 5-ാം ഭാവത്തിലും 5-ാം ഭാവാധിപൻ ലഗ്നത്തിലും. ലഗ്നാധിപൻ 10-ാം ഭാവത്തിലും 10-ാം ഭാവാധിപൻ ലഗ്നത്തിലും. ലഗ്നാധിപൻ 9-ാം ഭാവത്തിലും 9-ാം ഭാവാധിപൻ ലഗ്നത്തിലും. ലഗ്നാധിപൻ 11-ാം ഭാവത്തിലും 11-ാം ഭാവാധിപൻ ലഗ്നത്തിലും. അടുത്ത 8-ാമത്തെ, 2-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിലും 4-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിലും. 9-ാമത്തെ, 2-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിലും 5-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിലും. അടുത്ത 10, 2-ാം ഭാവാധിപൻ 7-ാം ഭാവത്തിലും 7-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിലും. 11, 2-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിലും 9-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിലും. ഈ 2-ാം ഭാവാധിപൻ 7-ലും 7-ാം ഭാവാധിപൻ 2-ലും നിൽക്കുന്ന ഭാവങ്ങൾ തമ്മിലുള്ളൊരു ഷഷ്ടാഷ്ടമമാണ്. ധനപരമായിട്ട് ഇത് ഉയർച്ച ഉണ്ടാക്കും. 2, 6, 10, 11 ഭാവാധിപന്മാർ പരസ്പരം 7-ലോ ഒക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹശേഷം ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാക്കും, ഭൗതികപരമായിട്ടുള്ള വളർച്ച ഉണ്ടാക്കും. പക്ഷേ വൈവാഹിക ജീവിതത്തിൻ്റെ സുഖം അത് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ ഫലം ഇത് പറയുമ്പോൾ മഹായോഗമാണെന്ന് പറയുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇപ്പം 2-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിലും 5-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിലും 2-ാം ഭാവാധിപൻ 7-ാം ഭാവത്തിലും 7-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിലും. 10, 11-ാമത്തെ, 2-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിലും 9-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിലും. ഓക്കെ, 2-ാം ഭാവാധിപൻ 10-ാം ഭാവത്തിലും 10-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിലും. ഇതൊന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ജാതകം കാണുമ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. 2-ാം ഭാവാധിപൻ 11-ാം ഭാവത്തിലും 11-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിലും. അതൊരു സമ്പത്തുണ്ടാവുന്ന യോഗമാണ്. 2-ാം ഭാവാധിപൻ 11-ലും 11-ാം ഭാവാധിപൻ 2-ലും. ഉറപ്പാണ്, ധനം ഉണ്ടാവും, ബലമുണ്ടെങ്കിൽ ഗ്രഹങ്ങൾക്ക് കേട്ടോ. 4-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിലും 5-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിലും. 4-ാം ഭാവാധിപൻ 7-ാം ഭാവത്തിലും 7-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിലും. 4-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിലും 9-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിലും. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയും, 4-ാം ഭാവാധിപൻ 5-ലും 5-ാം ഭാവാധിപൻ 4-ലും നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ
സാമ്പത്തികപരമായിട്ടൊക്കെ ചില ഉയർച്ചയും ഭൗതികപരമായിട്ടുള്ള വളർച്ചയും ഒക്കെ ഉണ്ടാവും. പക്ഷെ കുടുംബവും വീട്ടുമായിട്ട് അങ്ങോട്ട് സെറ്റ് ആവത്തില്ല. മാനസികമായിട്ട് എപ്പോഴും ഒരു പൊരുത്തക്കേടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ അമ്മ പ്രണയത്തിനൊക്കെ എതിര് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ അമ്മയുമായിട്ട് അകന്നു പോകാനൊക്കെ ഉള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് മഹായോഗമായിട്ട് ഫലദീപികാകാരൻ പറയുമ്പം ഞാനത് നിങ്ങളുടെ നിങ്ങളുടെ അനുഭവങ്ങളും കൂടെ ചേർത്ത് വെക്കണം. പക്ഷേ ഇത് മഹായോഗമായിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി വിട്ടുവരുന്നത്. ഇതെല്ലാം ഒബ്സർവേഷൻ വേണം കേട്ടോ. ഇത് നോക്കണം. അതായത് പ്രത്യക്ഷം, അനുമാനം, അങ്ങനെ കുറേ നിയമങ്ങളുണ്ടല്ലോ. അപ്പം ഇത് കിട്ടുന്ന സാധനങ്ങളെ എടുത്ത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയിട്ട് അവരുടെ അനുഭവങ്ങളൂടെ ചോദിച്ചിട്ട് വേണം അത് പഠിക്കാൻ. അങ്ങനെ ഇത് തെളിഞ്ഞു വരത്തുള്ളൂ. അപ്പം നമുക്ക് മുന്നോട്ട് പോവാം. 4-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിലും 9-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിലും, 4-ാം ഭാവാധിപൻ 10-ാം ഭാവത്തിലും 10-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിലും, 4-ാം ഭാവാധിപൻ 11-ാം ഭാവത്തിലും 11-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിലും, 5-ാം ഭാവാധിപൻ 7-ാം ഭാവത്തിലും 7-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിലും, 5-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിലും 9-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിലും, 5-ാം ഭാവാധിപൻ 10-ാം ഭാവത്തിലും 10-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിലും, 5-ാം ഭാവാധിപൻ 11-ാം ഭാവത്തിലും 11-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിലും, 7-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിലും 9-ാം ഭാവാധിപൻ 7-ാം ഭാവത്തിലും, 7-ാം ഭാവാധിപൻ 10-ാം ഭാവത്തിലും 10-ാം ഭാവാധിപൻ 7-ാം ഭാവത്തിലും, 7-ാം ഭാവാധിപൻ 11-ാം ഭാവത്തിലും 11-ാം ഭാവാധിപൻ 7-ാം ഭാവത്തിലും. വിവാഹശേഷമൊക്കെ ഭയങ്കര ഉയർച്ച കണ്ടിട്ടുണ്ട്. 7-ാം ഭാവാധിപനായ ശനി 11-ാം ഭാവത്തിൽ നിൽക്കുകയും അത് ഇടവരാശിയായിട്ട് വരികയും ചെയ്തിട്ട് വിവാഹശേഷം വൻ വിജയങ്ങളിലേക്ക് പോയവരെ ഒരു 3-4 ജാതകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ അനുഭവമാണ്. നിങ്ങൾക്കത് വെക്കാം. പക്ഷേ ശനിയുടെ ദശ അദ്ദേഹത്തിന് വന്നു എന്നുള്ളതാണ്. ശനിദശയുടെ ഒരു പകുതിക്ക് ശേഷം വല്ലാത്തൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ അയാൾക്കുണ്ടായി എന്നുള്ളതും കൂടെ ഓർക്കേണ്ടതാണ്. ഒരു അനുഭവമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഒബ്സർവേഷൻ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. 7-ാം ഭാവാധിപൻ 11-ാം ഭാവത്തിലും 11-ാം ഭാവാധിപൻ 7-ാം ഭാവത്തിലും, 9-ാം ഭാവാധിപൻ 10-ാം ഭാവത്തിലും 10-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിലും, 9-ാം ഭാവാധിപൻ 11-ാം ഭാവത്തിലും 11-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിലും, 10-ാം ഭാവാധിപൻ 11-ാം ഭാവത്തിലും 11-ാം ഭാവാധിപൻ 10-ാം ഭാവത്തിലും. ഇവ 28 മഹായോഗങ്ങളായിട്ട് ഫലദീപികാകാരൻ പറയുന്നത് കേട്ടോ. ഈ 28 എണ്ണമാണ് മഹായോഗമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര ത്രികോണാധിപന്മാർ തമ്മിലുള്ള പരസ്പര പരിവർത്തന യോഗം. ഇപ്പം 2, 11, 11, 2 ഭൗതികപരമായിട്ടുള്ള വളർച്ചകൾ ഉണ്ടാക്കും. അർത്ഥ ത്രികോണങ്ങളാണ്. ഇപ്പം 3, 7, 11 കാമത്രികോണങ്ങളും 2, 6, 10 അർത്ഥ ത്രികോണങ്ങളാണ്. അപ്പം അർത്ഥ ത്രികോണത്തിലെ പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള 2ഉം കാമത്രികോണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള 11-ാം ഭാവവും തമ്മിൽ ബന്ധപ്പെടും. 2-ാം ഭാവാധിപൻ 11-ൽ 11-ാം ഭാവാധിപൻ 2-ൽ ബന്ധപ്പെടുമ്പം കാമ അർത്ഥങ്ങൾ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ഉയർച്ച. കാമം എന്ന് പറയുന്നത് ഈ ഭൗതികപരമായിട്ടുള്ള സന്തോഷങ്ങൾ. അപ്പം വസ്തുവാഹനാദികളും കാര്യങ്ങളൊക്കെ സാധിക്കാൻ അതിനകത്ത് യോഗം വരുമ്പം ധനപരമായിട്ടുള്ള വളർച്ചയ്ക്കുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ 2, 11 തമ്മിലുള്ള ബന്ധം, അതുപോലെ 1, 4, 4, 1 കേന്ദ്ര ത്രികോണാധിപന്മാർ തമ്മിലുള്ള ബന്ധം, പിന്നെ പ്രധാനപ്പെട്ട ഈ 2, 11, 11-ാം ഭാവാധിപൻ 2-ൽ ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ, 7, 11 തമ്മിലുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ സാമാന്യം വിജയിക്കുന്നതാണ്. ഈ 3, 6, 8, 12 ഈ ഭാവങ്ങളുടെ ബന്ധമാണ് പലപ്പോഴും ദോഷത്തിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ദൈന്യയോഗം. അപ്പോൾ ദൈന്യയോഗം എന്താണെന്നും ദുരിതയോഗം എന്താണെന്നും പറയാം. അപ്പോൾ അത് അശുഭങ്ങളായിട്ടുള്ള പരിവർത്തന യോഗമാണ്. ഇത് 30 യോഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 6-ാം ഭാവാധിപൻ ലഗ്നാധിപൻ 6-ാം ഭാവത്തിൽ, 6-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിൽ, 2-ാം ഭാവാധിപൻ 6-ൽ, 6-ാം ഭാവാധിപൻ 3-ാം ഭാവത്തിൽ, 3-ാം ഭാവാധിപൻ 6-ൽ, 6-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിൽ, 4-ാം ഭാവാധിപൻ 6-ൽ, 6-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിൽ, 5-ാം ഭാവാധിപൻ 6-ൽ, 6-ാം ഭാവാധിപൻ 7-ാം ഭാവത്തിൽ, 7-ാം ഭാവാധിപൻ 6-ൽ, 6-ാം ഭാവാധിപൻ 8-ാം ഭാവത്തിൽ, 8-ാം ഭാവാധിപൻ 6-ൽ, 6-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിൽ, 9-ാം ഭാവാധിപൻ 6-ൽ, 6-ാം ഭാവാധിപൻ 10-ാം ഭാവത്തിൽ, 10-ാം ഭാവാധിപൻ 6-ൽ, അതേപോലെ തന്നെ 6-ാം ഭാവാധിപൻ 11-ാം ഭാവത്തിൽ, 11-ാം ഭാവാധിപൻ 6-ൽ, 6-ാം ഭാവാധിപൻ 12-ാം ഭാവത്തിൽ, 12-ാം ഭാവാധിപൻ 6-ൽ, 8-ാം ഭാവാധിപൻ ലഗ്നത്തിലും ലഗ്നാധിപൻ 8-ലും. കുറച്ച് ജീവിതം കഷ്ടപ്പെടാനുള്ള യോഗമാണ്. പക്ഷേ ഒരു ഗുണമുണ്ട്, ആയുസ് ഉണ്ടാവും ഇവർക്ക് കേട്ടോ. ആയുസ് ഉണ്ടാവും.
അതുപോലെ തന്നെ 8-ാം ഭാവാധിപൻ 2-ലും 2-ാം ഭാവാധിപൻ 8-ലും കടം കൊണ്ട് പ്രശ്നങ്ങളായിരിക്കും. 8-ാം ഭാവാധിപൻ 3-ാം ഭാവത്തിലും 3-ാം ഭാവാധിപൻ 8-ലും 8-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിലും 4-ാം ഭാവാധിപൻ 8-ലും കുറച്ച് പ്രശ്നമുള്ള യോഗമാണ്. ഇതിൻ്റെയൊക്കെ ഫലം കൂടുതലായിട്ടുള്ള ഫലം, ഇതൊക്കെ അശുഭയോഗങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഭാവാധിപന്മാർ, ഓരോ ഭാവാധിപന്മാർ എവിടെയൊക്കെ നിൽക്കുന്നുള്ള സീരീസ് നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പം 2-ാം ഭാവം വരെ ആയി. അപ്പം ഇനി മുന്നോട്ട് 3-ാം ഭാവാധിപൻ ഇന്നിടത്ത് നിൽക്കുമ്പോൾ ഇന്ന ഫലം. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ ഇതിലെ ഫലങ്ങൾ കണ്ടെത്തിക്കണം. നിങ്ങളുടെ ജാതകത്തിലെ ഇപ്പം 3-ാം ഭാവാധിപൻ 2-ൽ നിന്നാൽ എന്ത് ഫലമാണ് സാർ, 5-ാം ഭാവാധിപൻ 4-ൽ നിന്ന് എന്ത് ഫലമാണെന്നാണ് ചോദിക്കുന്നവർ. 5-ാം ഭാവത്തിൻ്റെ വീഡിയോ വരുമ്പം 5-ാം ഭാവാധിപൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നാൽ എന്താണ് ഗുണമെന്നും ദോഷമെന്നും പറയും. അപ്പം ഇങ്ങനെ ദൈന്യയോഗമാണ്, ദുരിതം പിടിച്ച യോഗമാണ് വരുന്നതെങ്കിൽ, അശുഭയോഗമാണ് വരുന്നതെങ്കിൽ അതിലെ അശുഭ ഫലങ്ങൾക്കായിരിക്കും കൂടുതൽ വരുന്നത്. ഗുണഫലങ്ങളാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് ഗുണഭാവങ്ങളായിരിക്കും നിൽക്കുന്നത് എന്നുള്ളതും കൂടി ഓർക്കുക. അപ്പം 8-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിൽ, 4-ാം ഭാവാധിപൻ 8-ൽ, 8-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിൽ, 5-ാം ഭാവാധിപൻ 8-ൽ, 8-ാം ഭാവാധിപൻ 7-ാം ഭാവത്തിൽ, 7-ാം ഭാവാധിപൻ 8-ൽ. ഡിവോഴ്സ് യോഗമാണ്, ദാമ്പത്യ ദുരിത യോഗം. 10 പൊരുത്തമുള്ള ജാതകം ആയാലും ശരി, ഈ 7-ാം ഭാവാധിപൻ 8-ലും 7-ാം ഭാവാധിപൻ 8-ലും 8-ാം ഭാവാധിപൻ 7-ൽ വരുന്നത് കൂട്ടത്തിൽ ശുക്രനും കൂടെ അങ്ങ് നീചനായാൽ, ബുധന് ബലവും കൂടെ കൂടിയാൽ ആഡംബരമായിട്ടുള്ളൊരു കല്യാണവും നടന്നിട്ട് അത് പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ്. 8-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിൽ, 9-ാം ഭാവാധിപൻ 8-ൽ, 8-ാം ഭാവാധിപൻ 10-ാം ഭാവത്തിൽ, 10-ാം ഭാവാധിപൻ 8-ൽ, 8-ാം ഭാവാധിപൻ 11-ാം ഭാവത്തിൽ, 11-ാം ഭാവാധിപൻ 8-ൽ, 8-ാം ഭാവാധിപൻ 12-ാം ഭാവത്തിൽ, 12-ാം ഭാവാധിപൻ 8-ൽ. ഇത് പരിവർത്തന യോഗമാണ്, വിപരീത രാജയോഗമാണെന്നൊക്കെ പറയും. പരിവർത്തന യോഗത്തിലെ വിപരീത രാജയോഗമാണ് 8-ാം ഭാവാധിപൻ 12-ൽ, 12-ാം ഭാവാധിപൻ 8-ൽ നിന്ന് കുറേ കഷ്ടപ്പാട് അനുഭവിച്ച ശേഷം സുഖം അനുഭവിക്കാനുള്ള യോഗമാണെന്നൊക്കെ പറയുമെങ്കിലും ആചാര്യന്മാരുടെ ഒബ്സർവേഷൻസ് വെച്ചിട്ട് ഇതൊക്കെ ദോഷമായിട്ട് തന്നെയാണ് പറയണത് എന്നുള്ളതും കൂടി ഇവിടെ ഫലദീപികക്കാരൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഓർക്കുക എന്നുള്ളതാണ്. 12-ാം ഭാവാധിപൻ ലഗ്നത്തിൽ, ലഗ്നാധിപൻ 12-ാം ഭാവത്തിൽ, 12-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിൽ, 2-ാം ഭാവാധിപൻ 12-ൽ, 12-ാം ഭാവാധിപൻ 3-ാം ഭാവത്തിൽ, 3-ാം ഭാവാധിപൻ 12-ാം ഭാവത്തിൽ, 12-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിൽ, 4-ാം ഭാവാധിപൻ 12-ാം ഭാവത്തിൽ. 4-ാം ഭാവാധിപൻ 12-ാം ഭാവത്തിൽ വരുന്നതും 12-ാം ഭാവാധിപൻ 4-ൽ വരുന്നതും വീട് ഉപേക്ഷിച്ച് പോകാനോ അല്ലെങ്കിൽ വീട് വിട്ട് വേറെ സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്ത് അവിടെ സെറ്റിലാവാനോ, വീടും നാടും ഒക്കെ ഉപേക്ഷിക്കപ്പെടാനോ അല്ലെങ്കിൽ കടം കയറി വീട് നഷ്ടപ്പെട്ടു പോകാനോ ഒക്കെയുള്ളൊരു യോഗം അത് കേട്ടോ. 12-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിലും, 4-ാം ഭാവാധിപൻ 12-ാം ഭാവത്തിലും വരുന്നത്. അതുപോലെ തന്നെ 12-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിലും, 5-ാം ഭാവാധിപൻ 12-ാം ഭാവത്തിലും, 12-ാം ഭാവാധിപൻ 7-ാം ഭാവത്തിലും, 7-ാം ഭാവാധിപൻ 12-ാം ഭാവത്തിലും, 12-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിലും, 9-ാം ഭാവാധിപൻ 12-ാം ഭാവത്തിലും, 12-ാം ഭാവാധിപൻ 10-ാം ഭാവത്തിലും, 10-ാം ഭാവാധിപൻ 12-ാം ഭാവത്തിലും, 12-ാം ഭാവാധിപൻ 11-ാം ഭാവത്തിലും, 11-ാം ഭാവാധിപൻ 12-ാം ഭാവത്തിലും. അതും സർവലാഭം വരേണ്ട സ്ഥലമാണ് 11-ാം ഭാവം. 11-ാം ഭാവാധിപൻ പോയി 12-ലും സർവ്വനഷ്ടങ്ങൾ സംഭവിക്കേണ്ട, വ്യയം മൊത്തം നഷ്ടം വരേണ്ട ഭാവമായിട്ടുള്ള 12-ാം ഭാവാധിപൻ വന്ന് 11-ൽ നിൽക്കുമ്പോൾ സർവ്വ വിഷയങ്ങളും തടസ്സം ഉണ്ടാവുന്നതാണ്. അത് തന്നെയല്ല, നമുക്ക് അടുത്ത വീഡിയോസിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിക്കണം. നമ്മുടെ 1, 5, 9 ഭാവാധിപന്മാരെന്ന് പറയുന്നത് നമ്മുടെ സുഹൃതത്തെ, ഈ പൂർവ്വജന്മത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സുഹൃതത്തെ സൂചിപ്പിക്കുകയും അതിൻ്റെ 12-ാം ഭാവാധിപന്മാർ, അതായത് 5-ൻ്റെ 12 4, 9-ൻ്റെ 12 8, അതുപോലെ തന്നെ 1-ൻ്റെ 12, 1-ൻ്റെ 12-ാം ഭാവം എന്ന് പറയുന്നത് 12-ാം ഭാവം. അപ്പം 4, 8, 12 എന്ന് പറയുന്ന മോക്ഷത്രികോണങ്ങളാണ്. ഈ മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്ന ദുരിതങ്ങളെയും മോക്ഷത്തിലേക്ക് നയിക്കേണ്ട സുഖാനുഭവങ്ങളെ തരുന്ന സുഹൃതങ്ങളെ 1, 5, 9, അതുപോലെ തന്നെ ദോഷങ്ങൾ 4, 8, 12നെയാണ് പറയുന്നത്. മോക്ഷമാണല്ലോ മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ദുരിതങ്ങൾ ഈ 4, 8, 12 ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഭാവാധിപന്മാർക്കും, അതുപോലെ ഈ 4, 8, 12ൻ്റെ നക്ഷത്രങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കുമൊക്കെ ജീവിതത്തിൽ തിരിച്ചടികൾ തരികയും നമ്മളെ വൻ വീഴ്ചകൾ, നമ്മളെ പെടുത്തിക്കളയുന്ന രീതിയിലുള്ള ദുഃഖങ്ങൾക്കുള്ള സാധ്യതകൾ തരികയും ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം.
നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് പറയാം. അല്ലെങ്കിൽ ഈ ടോപ്പിക്, ഈ ദൈന്യയോഗം കഴിഞ്ഞ് വരുന്ന കലയോഗത്തിൻ്റെ ഇത് പറഞ്ഞാൽ നമുക്ക് ലെങ്ത് ആയി പോകും വീഡിയോ. അധികം ലെങ്ത് വേണ്ട. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം 58 മൊത്തം കൂടെ, 30ഉം 28ഉം, മഹായോഗങ്ങൾ 28ഉം, അതുപോലെ തന്നെ ദൈന്യയോഗം 30 ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമത്തെ സെറ്റായിട്ടുള്ള കലയോഗത്തെക്കുറിച്ച് പഠിക്കാം. 3-ാം ഭാവാധിപൻ ലഗ്നത്തിൽ, ലഗ്നാധിപൻ 3-ാം ഭാവത്തിൽ, 3-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിലും, 2-ാം ഭാവാധിപതി 3-ാം ഭാവത്തിലും, 3-ാം ഭാവാധിപതി 4-ാം ഭാവത്തിലും, 4-ാം ഭാവാധിപതി 3-ലും, 3-ാം ഭാവാധിപതി 5-ാം ഭാവത്തിലും, 5-ാം ഭാവാധിപതി 3-ലും, 3-ാം ഭാവാധിപതി 5-ാം ഭാവത്തിലും, 5-ാം ഭാവാധിപതി 3-ൽ നിൽക്കുന്നവർക്ക് സർഗ ബലമുണ്ടെങ്കിൽ, ഞാൻ ഈ മുമ്പേ പറഞ്ഞ ദൈന്യയോഗങ്ങൾക്കൊക്കെ വ്യാഴബലം, വ്യാഴത്തിൻ്റെ ദൃഷ്ടി, വ്യാഴത്തിൻ്റെ യോഗം, വ്യാഴത്തിൻ്റെ അംശകം, വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുന്നതൊക്കെ പ്രശ്നങ്ങളെ കുറയ്ക്കും കേട്ടോ. മുമ്പേ നമ്മൾ ദുരിത യോഗങ്ങളെ പറ്റി പറഞ്ഞില്ലേ, ദുരിത പരിവർത്തന യോഗം പറഞ്ഞു, 8-ാം ഭാവാധിപൻ 2-ൽ, 2-ാം ഭാവാധിപൻ 8-ൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അപ്പം അത് ദുരിത യോഗത്തെ കുറയ്ക്കും, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെ ഈ 3-ാം ഭാവാധിപതി 5-ലും, 5-ാം ഭാവാധിപതി 3-ലും ഒക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർഗാത്മക കഴിവാണ്. ചാർലി ചാപ്ലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ ഒക്കെ ജാതകത്തിൽ അതുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പോൾ ഓർക്കുന്നില്ല. എനിക്ക് 5-ാം ഭാവാധിപൻ 3-ലും, 3-ാം ഭാവാധിപൻ 5-ലോ അങ്ങനെ മറ്റോ ആണ് അതിൻ്റെ ഒരു പരിവർത്തന യോഗം കണ്ടിരുന്നത്. കുറേ മഹാന്മാരായിട്ടുള്ള സംഗീതജ്ഞന്മാരും കഥകളി ഡ്രാമ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പലരുടെ ഹോറോസ്കോപ്പിൽ ഞാൻ ആ യോഗം കണ്ടിട്ടുണ്ട്. അതിനോടൊപ്പം സമ്പത്ത് യോഗവും കൂടി ഒരുമിച്ച് ചേർന്ന് വരുമ്പോഴാണ് കല കൊണ്ട് തന്നെ ധാരാളം സമ്പത്ത് ഉണ്ടാക്കുന്നത്. വാസ്തവത്തിൽ ഈ 3-ാം ഭാവാധിപൻ 5-ലും, 5-ാം ഭാവാധിപൻ 3-ലും, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരുടെ ഒരുമിച്ച് യോഗം ചെയ്ത് 3-ലോ 5-ലോ ഒക്കെ നിൽക്കുന്നതും കലാപരമായിട്ട് അസാമാന്യ കഴിവായിരിക്കും, നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കും. പക്ഷേ സമ്പത്ത് അവർക്കുണ്ടാകുക എന്ന് പറയുന്നത് ചിലപ്പം വലിയ പാടായിരിക്കും. അപ്പോൾ അതിൻ്റെ സമ്പത്ത് യോഗം, 2-ാം ഭാവത്തിൻ്റെ ബലവും വ്യാഴത്തിൻ്റെ ബലവും കൂടി നോക്കിയിട്ടാണത് തീരുമാനിക്കേണ്ടത്. ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അതിൻ്റെ ഒരു സന്ദർഭവശാലും ഞാനത് പറഞ്ഞു എന്നേ ഉള്ളേ. 3-ാം ഭാവാധിപതി 5-ാം ഭാവത്തിലും, 5-ാം ഭാവാധിപതി 3-ലും, 3-ാം ഭാവാധിപതി 7-ാം ഭാവത്തിലും, 7-ാം ഭാവാധിപതി 3-ലും, 3-ാം ഭാവാധിപതി 9-ാം ഭാവത്തിലും, 9-ാം ഭാവാധിപതി 3-ലും, 3-ാം ഭാവാധിപതി 10-ാം ഭാവത്തിലും, 10-ാം ഭാവാധിപതി 3-ാം ഭാവത്തിലും, 3-ാം ഭാവാധിപതി 11-ാം ഭാവത്തിലും, 11-ാം ഭാവാധിപതി 3-ാം ഭാവത്തിലും. ഇങ്ങനെ 8 യോഗങ്ങളെ കലയോഗങ്ങൾ എന്ന് പറയുന്നു. 3-ാം ഭാവാധിപതി ലഗ്നത്തിൽ, ലഗ്നാധിപൻ 3-ല്, 3-ാം ഭാവാധിപതി 2-ല്, 2-ാം ഭാവാധിപൻ 3-ല്, 2-ാം ഭാവാധിപതി 4-ല്, 4-ാം ഭാവാധിപൻ 3-ല്, 3-ാം ഭാവാധിപതി 5-ല്, 5-ാം ഭാവാധിപൻ 3-ല്, 3-ാം ഭാവാധിപതി 7-ല്, 7-ാം ഭാവാധിപൻ 3-ല്, 3-ാം ഭാവാധിപതി 9-ല്, 9-ാം ഭാവാധിപതി 3-ല്, 3-ാം ഭാവാധിപതി 10-ല്, 10-ാം ഭാവാധിപതി 3-ല്, 3-ാം ഭാവാധിപതി 11-ല്, 11-ാം ഭാവാധിപതി 3-ല്. ഇങ്ങനെ ഉള്ള 8 യോഗങ്ങളെ കലയോഗങ്ങൾ എന്നും പറയുന്നു കേട്ടോ. ഈ കലയോഗത്തെ പൊതുവെ മിശ്രഫലമായിട്ടാണ് ആചാര്യൻ പറയുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഫലദീപികകാരൻ നമ്മുടെ മഹായോഗ ഫലങ്ങളും അതുപോലെ തന്നെ ദൈന്യയോഗ ഫലങ്ങളും കലയോഗ ഫലങ്ങളും പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തൊരു കാര്യം പറയാം. ഇതൊരു പൊതുഫലമായിട്ട് എടുത്താൽ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കണം. ഒബ്സർവ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാവുള്ളൂ. എന്നാലും ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹായോഗത്തിൻ്റെ ഫലമായിട്ട് ശ്രീകടാക്ഷ നിലയ എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു ശ്ലോകമുണ്ട്. അപ്പം ഐശ്വര്യമുണ്ടാവും. മഹായോഗത്തിലുണ്ടായ ശ്രീയുടെ കടാക്ഷം, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുണ്ടാവും. ഐശ്വര്യദേവത ശ്രീകടാക്ഷം എന്ന് പറയുന്നത് ശ്രീയാണ്. ശ്രീകടാക്ഷ എന്ന് പറയുമ്പോൾ ഐശ്വര്യദേവത കടാക്ഷിക്കും. മനോഹരവും വില കൂടിയതുമായിട്ടുള്ള ആടയാഭരണങ്ങൾ ജാതകന് കൈവരും. അധികാരികളുടെ സ്നേഹവും നേടും. വലിയ പദവികളിൽ ശോഭിക്കും. സന്താന സൗഭാഗ്യങ്ങളുണ്ടാവും. പൊതുവിൽ എല്ലാവിധ സുഖൈശ്വര്യങ്ങളും മഹായോഗങ്ങൾ ബലമായിട്ട് ഉള്ളവർക്ക് വരും. അതിൻ്റെ ദശാപകാര കാലങ്ങൾ തരും എന്നാണ് ആചാര്യൻ പറയുന്നത്. എന്നാൽ ദൈന്യയോഗ ഫലം എന്ന് പറയുന്ന മൂർഖ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിലും ദൈന്യയോഗം എന്നറിയപ്പെടുന്ന 30 പരിവർത്തന യോഗത്തിലൊന്ന് അതിലധികമോ ഗ്രഹനിലയിലുണ്ടായാൽ ജാതകന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അയാൾ മൂർഖനെ പോലെ സ്വഭാവമുള്ളവരായിരിക്കും. ദേഷ്യപ്പെടുന്നവനായിരിക്കും. ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവനും ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നവനും അല്ലെങ്കിൽ ശത്രുക്കളെ പീഡിക്കപ്പെടുന്നവനും പലതരത്തിലുള്ള വക്രതകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവനും അപവാദങ്ങൾ ഏറ്റുവാങ്ങുന്നവനും ക്രൂരവാക്കുകൾ പറയുന്നവനും മനഃശാഞ്ചല്യമുള്ളവനുമായും ഭവിക്കും എന്ന് ദൈന്യയോഗ ഫലമായിട്ട് ആചാര്യൻ പറയുന്നു. ദുരിതകൃനിത്യം എന്നുള്ളതുകൊണ്ട് എന്നും ഒരു ദുരിതങ്ങൾ ഉള്ള ആളായിരിക്കും എന്നും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പം അതും
ഒബ്സർവേഷൻ വെച്ചിട്ട് എടുത്തുകൊള്ളുക. ജാതകം നോക്കുമ്പം ഇതൊക്കെ ഒരു പഠനമായിട്ട് എടുത്തുകൊള്ളുക. അടുത്തത് ഖലയോഗം. ഖലയോഗത്തെക്കുറിച്ച് ആചാര്യൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഖല എന്നറിയപ്പെടുന്ന 8 പരിവർത്തന യോഗങ്ങളിലൊന്ന് ഗ്രഹനിലയിൽ ഉണ്ടായിരുന്നാൽ ജാതകന്, അല്ല ഒന്നോ അധികമോ ഉണ്ടായാൽ ജാതകൻ ശുഭവും അശുഭവുമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകും എന്നുള്ളതാണ്. ചിലപ്പോൾ ക്രൂരമായും ചിലപ്പോൾ മധുരമായും സംസാരിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ജാതകൻ ധനവാനും സന്തുഷ്ട ചിന്തയോടുകൂടിയും കാണപ്പെടും. എന്നാൽ ചിലപ്പോൾ ദരിദ്രനും അസന്തുഷ്ടവുമായി വരികയും ചെയ്യും. ദാരിദ്ര്യ ദുഃഖാധികം എന്ന് അവസാനിക്കുന്നുണ്ട് ആ ശ്ലോകം. അപ്പം ചിലപ്പോൾ ദാരിദ്ര്യ ദുഃഖങ്ങളുണ്ടാവും, ചിലപ്പം നല്ലതുണ്ടാവും. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഈ 3, 5, 5, 3, 7, 3, 3, 7 ഇതൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും അതാത് കാരകത്വത്തിലുള്ള സബ്ജക്റ്റിൽ അപ്സ് ആൻഡ് ഡൗൺസിനുള്ള സാധ്യതകളാണ്. പിന്നെ അവർ നിൽക്കുന്ന നക്ഷത്രം, നക്ഷത്രാധിപൻ, യോഗം ചെയ്യുന്ന നക്ഷത്രം, നിൽക്കുന്ന ഭാവാധിപൻ, ഈ പരിവർത്തനം ചെയ്യുന്ന ഇപ്പോൾ 7ാം ഭാവാധിപൻ ലഗ്നത്തിൽ ലഗ്നാധിപൻ 7ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 7ാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴം ലഗ്നത്തിലും മിഥുനത്തിലും നിൽക്കുകയാണെന്ന് വെച്ചു, അല്ലെങ്കിൽ കന്നിയിൽ നിൽക്കുകയാണെന്ന് വെച്ചു. ബുധനുമായിട്ട് ഒട്ടും ചേരാത്തൊരു ഗ്രഹമാണ് വ്യാഴം. ജൂപ്പിറ്റർ ഒട്ടും സെറ്റാവാത്ത ഒരു പ്ലാനറ്റാണ്. അതിൻ്റെ ടൈപ്പുമായിട്ട് മെർക്കുറിയൻ ടൈപ്പുമായിട്ട് ഒട്ടും സെറ്റാവാത്ത ഒരു പ്ലാനറ്റാണ് ജൂപ്പിറ്റർ. രണ്ടിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ വേറെ ഡിഫറെൻ്റ് ആണ്, ആ വൈബ്രേഷനെ ഡിഫറെൻ്റ് ആണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവിടെ നല്ല യോഗം, മഹായോഗങ്ങളിലാണ് പറയുന്നത്. 1ാം ഭാവാധിപൻ 7ലും 7ാം ഭാവാധിപൻ ലഗ്നത്തിലും. അപ്പോൾ അത് ചേരില്ല. കാരണം അയാൾക്ക് സാമ്പത്തികപരമായിട്ടോ മറ്റു ഗുണങ്ങളോ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ 7ാം ഭാവാധിപനായ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുമ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. കന്നിയിൽ ബുധൻ്റെ രാശിയിൽ തന്നെ നീചാധിപത്യം വഹിക്കുന്ന ഒരു ഗ്രഹമാണ് 7ാം ഭാവത്തിൻ്റെ കാരകനായി വരുന്നത്. കൺഫ്യൂഷൻ ആക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. കന്നിയാണ് ഒരാളുടെ ലഗ്നം എന്ന് വിചാരിക്കുക. കന്നിയാണ് ലഗ്നം എന്നുണ്ടെങ്കിൽ അയാളുടെ 7ാം ഭാവം ഏതാണ്? മീനമല്ലേ? മീനത്തിൻ്റെ അധിപതിയായിട്ടുള്ള വ്യാഴം ലഗ്നത്തിലും ലഗ്നാധിപനായിട്ടിരിക്കുന്ന ബുധൻ 7ൽ മീനത്തിൽ നിൽക്കുന്നു. അപ്പോൾ പരസ്പര പരിവർത്തന യോഗമാണ്. അപ്പം മുമ്പേ നമ്മുടെ ഈ മഹായോഗങ്ങളിൽ പെടുമ്പോൾ അത് നല്ലൊരു യോഗമാണ്. അപ്പം അതിൻ്റെ ഗുണാനുഭവം, മഹായോഗത്തിൻ്റെ ഗുണാനുഭവങ്ങൾ അയാൾക്ക് വരും. പക്ഷേ 7ാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴത്തിന് കണ്ണെടുത്ത ബുധനെ കണ്ടുകൂടും. അപ്പോൾ ബുധൻ്റെ ക്ഷേത്രത്തിൽ വന്ന് നിൽക്കും. ആലോചിച്ചോണം. അതേ സമയത്ത് ഈ 7ാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ 7ാം ഭാവത്തിൻ്റെ കാരകനായിരിക്കുന്ന ശുക്രൻ നീചനാവുന്ന സ്ഥലവും കൂടിയാണ് ഈ കന്നി. ലഗ്നാധിപൻ നീചനാവുന്ന സ്ഥലവും 7ൻ്റെ കാരകനായിരിക്കുന്ന ഗ്രഹം ഉച്ചനാവുന്ന സ്ഥലവുമാണ് മീനം. അപ്പോൾ എന്ത് പറ്റും? ആ വൈബ് തമ്മിൽ സെറ്റാവില്ല. അപ്പോൾ ആ വിഷയത്തിൽ അയാൾക്ക് ചില ഗുണങ്ങളുണ്ടായാലും 7ാം ഭാവത്തിനും ഭാവത്തിനും തൽപ്പതിക്കും കാരകാഖ്യ ഗ്രഹത്തിനും 3 പേരും തമ്മിൽ ഗുസ്തിയാവുമ്പോൾ അത് പരിവർത്തന യോഗമായിരിക്കുന്ന മഹായോഗം ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു ഗുണം, ഫ്രൂട്ട്ഫുൾനെസ് കുറയും. ഇത് ഓർത്ത് വെച്ചോളുക. അതുപോലെ തന്നെ മെർക്കുറിയും ശുക്രനും വിവാഹാലോചന നടക്കുമ്പോൾ നിങ്ങൾ ശരിക്കും നോക്കണം. ശരിക്കും നോക്കിയാൽ പിന്നെ അധികം വിവാഹമൊന്നും നടക്കത്തില്ല. അത് അവരുടെ വിധിയായിട്ട് നമ്മൾ പറയുക എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരാളുടെ ജാതകത്തിൽ ബുധന് നല്ല ബലം വരികയും ശുക്രൻ നീചനാവുകയും ചെയ്താലുണ്ടല്ലോ, അവരെത്ര ഷോ ഓഫ് കാണിച്ചാലും അവരുടെ കുടുംബജീവിതം കുളമായിരിക്കും. എഴുതി വെച്ചോ ഇത് എവിടെങ്കിലും, ഉറപ്പാണ്. കാരണം എന്താ അറിയോ? ബുധൻ്റെ രാശിയിൽ മാത്രമേ ഉള്ളൂ വേറൊരു ഗ്രഹത്തിന് ഉച്ചനാവാൻ പറ്റാതെ. അപ്പം ബുധൻ സ്വന്തം രാശിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉച്ചനാകുന്നത്. അപ്പോൾ അത്രയും സെൽഫ് സെൻറ്റേഡ് ആയിരിക്കും, അത്രയും വൈശ്യത്തരം, അത്രയും ആർത്തി ഉണ്ടാവും അതിന് വേണ്ടി. ബുധന് ഒരു സ്വന്തം കാര്യം നോട്ടം കുറച്ച് കൂടും. അതുപോലെ തന്നെ ബുധന് ബലം കൂടുന്ന സ്ഥലത്താണ് ഭൗതിക കാരകനായിരിക്കുന്ന, അല്ലെങ്കിൽ രതിയുടെ കാരകനായിരിക്കുന്ന, ഭൗതിക സന്തോഷങ്ങളുടെ കാരകനായിരിക്കുന്ന, സൗന്ദര്യത്തിൻ്റെ കാരകനായിരിക്കുന്ന, പ്രണയത്തിൻ്റെ കാരകനായിരിക്കുന്ന, ശൃംഗാരരസത്തിൻ്റെ കാരകനായിരിക്കുന്ന ശുക്രൻ നീചനാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബുധനാണ് കമ്മ്യൂണിക്കേഷൻ്റെ കാരകനും. അപ്പം വാക്കിലെ പ്രണയമാണ് ബുധൻ എങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണ് ശുക്രൻ. അപ്പം ഈ രണ്ടും കൂടി ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. വളരെ മിക്കപ്പോഴും പ്രണയവിവാഹങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു ഒബ്സർവേഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബുധന് ബലം കൂടി ശുക്രൻ ബലം പോയാൽ വിവാഹ ജീവിതം കണക്കാം. അപ്പോൾ അത് ആ 2 വൈബും തമ്മിൽ ചേരത്തില്ല. ഇപ്പോൾ 7ൽ ബുധൻ നിൽക്കുക, ശുക്രൻ 6, 8, 12 പോവുക, അല്ലെങ്കിൽ ശുക്രൻ നീചനാവുക, അല്ലെങ്കിൽ ശുക്രൻ നീചാംശങ്ങൾ സംഭവിക്കുക ഒക്കെ വന്നാൽ കുടുംബജീവിതം ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. വെറുതെ ആയിരിക്കും, ഒരു ഷോ ഓഫ് ആയിരിക്കും. അവർ ഭയങ്കര മാനിപ്പുലേറ്റർ ആയിരിക്കും. ബുധന് ബലം കൂടുന്നവർക്ക് പൊതുവേ സംസാരിക്കാനും ഇടപെടാനും ഫസ്റ്റ് ഇംപ്രഷൻ ഇവർക്ക് നല്ലതായിരിക്കും. പക്ഷേ ഇവരുടെ അടുത്തേക്ക്
ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലും. ഒരു വലിയ തേക്ക് മരമൊക്കെ കണ്ടിട്ടില്ലയോ? ഈ ആൾക്കാർക്ക് തേക്ക് മേടിക്കാൻ ഭയങ്കര പേടിയാണ്, അവർ കുത്തി നോക്കും. അപ്പോൾ ഈ വലിയ മരം പോലെയാണ്, പുറമേ കാണുമ്പോൾ ഉണ്ടാകും, പക്ഷെ ഉള്ളിൽ പൊള്ളയായിരിക്കും. പൊള്ളയുള്ള മരം പോലെയാണ് ബുധൻ. പുറമേ ഭയങ്കരമായിരിക്കും, ഇലകളൊക്കെ കാണാൻ നല്ല പച്ചപ്പരിയും, കാണുമ്പോൾ നല്ല രസമായിരിക്കും, നല്ല സംസാരമായിരിക്കും, നല്ല കമ്മ്യൂണിക്കേറ്റർ അല്ലേ, നന്നായി തമാശ പറയും, നന്നായി എൻജോയ് ചെയ്യും, നന്നായിട്ട് എന്താ പറയുക ഹാസ്യം ഒക്കെ ഉള്ളതല്ലേ ബുധൻ. അപ്പം നന്നായിട്ട് ആ ഒരു ഏരിയ, അവർ നിൽക്കുന്ന ഏരിയ വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ 7ാം ഭാവത്തിൻ്റെ കാരകനായിരിക്കുന്ന ശുക്രൻ നീചനാവുന്നത് തന്നെ ബുധന് ഏറ്റവും ബലം വരുന്ന സ്ഥലത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരുപാടെടുത്ത് അനുഭവമുള്ളൊരു കാര്യം തന്നെ, ബുധന് ബലം കൂടുന്നതിനോടൊപ്പം ശുക്രനും കൂടെ ബലം വന്നില്ല എങ്കിൽ അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് മാനസികമായിട്ട് ഒരു പരിധിക്ക് മേളിൽ, അതായത് ഉള്ളു തുറന്ന് സ്നേഹിക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവില്ല. അവരെന്ത് ചെയ്യുമ്പോഴും അവരൊരു എന്തെങ്കിലും ഒന്ന് നോക്കും. ആ ഉള്ളു തുറന്ന് സ്നേഹിക്കണമെങ്കിൽ, ഉള്ളു തുറന്നൊരടുപ്പം വരണമെങ്കിൽ, സ്വാർത്ഥതയ്ക്ക് അപ്പുറമായ സ്നേഹം വരണമെങ്കിൽ ശുക്രൻ്റെ ബലം വേണം. ശുക്രൻ എന്ന ബലം മാത്രമായിട്ട് വ്യാഴത്തിന് ബലമില്ലെങ്കിലോ? ഉള്ളു തുറന്ന് സ്നേഹം ഉണ്ടാവും, അടുപ്പം ഉണ്ടാവും, പക്ഷെ പരാജയപ്പെടും. വ്യാഴവും ശുക്രനും അതുപോലെ തന്നെ മനസ്സിന് സമാധാനം കിട്ടുന്ന ചന്ദ്രനും ഒക്കെ ബലം വരണം. അപ്പം ഓരോ ഗ്രഹങ്ങളുടെയും ബലത്തിൻ്റെ ആധിക്യമനുസരിച്ച് അവരെ ഓരോ കാറ്റഗറിയിൽ, ഓരോ ടൈപ്പിൽ പെടുത്താം. ആ സമയത്ത് നമുക്ക് ഈ പരിവർത്തന യോഗം ഇവർക്ക് ഗുണമാവുമോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഈ പരിവർത്തന യോഗം ഉപയോഗിക്കുകയും ചെയ്യുക. ഇപ്പം ഉദാഹരണത്തിന് ചൊവ്വയ്ക്ക് ബലമുള്ളവർ, അവരുടെ ജീവിതത്തിന് ഇപ്പോൾ മാഴ്സ് ടൈപ്പായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു 10-40 വയസ്സ് വരെ ഇവർ ഭയങ്കര ഹെൽത്തി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 10-35 വയസ്സ് വരെ നല്ല ഹെൽത്തി ആയിരിക്കും. ഇവർ ജിം വർക്കൗട്ടിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും, നല്ല ഫുഡിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും, ഒരു അത്ലറ്റിക് നേച്ചർ ഉണ്ടാവും. പക്ഷേ ലൈഫിൻ്റെ സെക്കൻഡ് ഹാഫ് ഒരു 35 വയസ്സിനൊക്കെ ശേഷം ചിലപ്പോൾ ഇവർക്ക് പെട്ടെന്നൊരു അസുഖം വന്നിട്ട് ഇവരുടെ ജീവിതം തന്നെ അങ്ങ് തകിടം മറിയും. അപ്പം ഒരു 50 വയസ്സിൽ ഇവരെ കാണാൻ ചെറുപ്പമായിരിക്കും, പക്ഷേ ഇവർക്ക് പലതരത്തിലുള്ള രോഗങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊരു കുജൻ്റെ ടൈപ്പാണ്, അവരൊരു യുദ്ധക്കളത്തിലെ ശത്രുവല്ലേ രോഗം എന്ന് പറയുന്നത്. അപ്പം ജീവിതമാകുന്ന യുദ്ധക്കളത്തിലെ ശത്രുവുമായിട്ടുള്ള രോഗത്തോടുകൂടി എന്നും പോരാടേണ്ട ഒരു യോദ്ധാവായിട്ട് അവർ മാറും. അപ്പം ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ജ്യോതിഷത്തിൻ്റെ ഗ്രഹങ്ങൾ ഓരോരുത്തരെ തരംതിരിക്കുന്ന രീതിയിലുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും കൂടി ഒരു സൈക്കോളജിക്കൽ സ്റ്റൈല് ഇതിനേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ടൈപ്പുകൾ, മെർക്കുറിയൻ ടൈപ്പായിട്ടുള്ള ആൾക്കാർ ആരുമായിട്ടാണ് സെറ്റാവുന്നത്, കുജൻ്റെ ടൈപ്പുള്ള ആൾക്കാർ ആരുമായിട്ടാണ് സെറ്റാവുന്നത്, ഗുരുവിൻ്റെ ടൈപ്പുള്ള ആൾക്കാർ ആരുമായിട്ടാണ് സെറ്റാവുന്നത്. ഇപ്പോൾ ഗുരുവിൻ്റെ ടൈപ്പുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതലും ആധ്യാത്മികതയും അങ്ങനെ സ്പിരിച്വൽ സൈഡുള്ള ആൾക്കാരുമായിട്ടേ സെറ്റാവത്തുള്ളൂ. അപ്പോൾ അതങ്ങനെയാണത്, അതങ്ങനെയുള്ളവരെ വരുന്നില്ല. കന്നി എന്നാൽ കന്നും കൂട്ടത്തിൽ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവരാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നും അങ്ങനെ അല്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പെടുന്നതും, നമുക്ക് വീഴ്ചകൾ വരുന്നതും, പരാജയപ്പെടുന്നതും, ജീവിതത്തിൽ വലിയ ട്രോമയിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ അതൊക്കെയാണ് കർമ്മഫലമായിട്ട് വരുന്നത്. അപ്പോൾ ആ 4, 8, 12 ഭാവവും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്രഹങ്ങളുടെ ടൈപ്പും ഒക്കെ കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഭാവങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ചായുള്ള 2ാം ഭാവം ഏതുള്ള അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പല പല കാര്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ അതും നമ്മുടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ പരിവർത്തന യോഗത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇനി ഉണ്ടാവരുത്, ഇത് വെച്ച് പഠിച്ചോളുക. ബാക്കി പരിവർത്തന യോഗത്തിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് നമുക്ക് അതാത് ഭാവാധിപന്മാർ ഇന്നിടത്ത് നിന്നാലുള്ളതിൻ്റെ 12 ഭാവത്തിൻ്റെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം കിട്ടും. 2ാം ഭാവാധിപൻ 3-ലും, 3ാം ഭാവാധിപൻ 2-ലൊക്കെ അതാത് ഭാവത്തിൻ്റെ ഭാവാധിപന്മാരുടെ ഫലങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് നോക്കി പഠിക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.